എല്ലാം സെറ്റിലായെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ ഒന്നും സെറ്റിൽ ആകുന്നില്ല. കാരണം നമ്മളുടെ എക്സ്പെൻസ് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തില് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് നമ്മൾക്ക് കുറച്ച് അഡീഷണൽ ഇൻകം വേണം എന്നുള്ളത്, ഒരു സൈഡ് ഇൻകം വേണം എന്നുള്ളത്. നമ്മളല്ലെങ്കിൽ എക്സ്ട്രാ ഏജൻസി ജോബ്, അല്ലെങ്കിൽ ബാങ്ക് ഷിഫ്റ്റ്, അല്ലെങ്കിൽ ലോങ് ഷിഫ്റ്റ്, ഇങ്ങനെ എല്ലാം ചെയ്താൽ മാത്രമാണ് നമ്മൾക്കത് ടോപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിച്ചത്. നമ്മള് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, നമ്മൾ ഇതിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇത് ശരിയോ തെറ്റോ, ഇത് സ്കാം ആണോ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണോ, പിരമിഡ് ആണോ. നമ്മളുടെ മലയാളികളുടെ ഒരു പ്രത്യേകിച്ചുള്ള ഒരു നേച്ചറാണ് ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പിരമിഡ് ആണെന്ന്. ഇപ്പൊ നമ്മള് ആരോട് സംസാരിച്ചാലും ഈ ബിസിനസിനെ കുറിച്ച് ഒട്ടും അറിയില്ലാത്ത ഒരാള് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പല അവസരങ്ങളിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓ ബീന എന്താ ചെയ്യുന്നത്, ഓ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഓ ബീന എന്താ ചെയ്യുന്നത്, ഓ പിരമിഡാ. പക്ഷെ അവർക്ക് ആ ചെയ്യുന്ന ബിസിനസ് എന്താന്ന് അവർക്ക് അറിയില്ല. ഞാൻ ചെയ്യുന്ന കമ്പനി എന്താണെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസോ അറിയാതെയാണ് ആ സംസാരം വരുന്നത്. ശരി, ഞാൻ ഒരിക്കലും പറയുന്നില്ല നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ അത് സ്കാം അല്ലാന്നോ ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന്റെ ലെജിറ്റ് ആയിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ, കമ്പനി എത്ര നാൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ കോമ്പൻസേഷൻ പ്ലാൻ എന്താണ്, ഇതിനെക്കുറിച്ചെല്ലാം നന്നായിട്ടൊരു സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും ഇത് ജെന്യുവൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞങ്ങൾ ഈ ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് 2017 തുടങ്ങിയ ഒരു കാര്യമാണ്. അത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിട്ട് മാത്രം കേട്ടോ ഞാൻ പറയുന്നത്. അതിനു മുമ്പ് 50 വർഷത്തിന് മുൻപേ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോം ആയിട്ട് നമ്മുടെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട് ഈ കമ്പനി. പക്ഷേ ഇത് രണ്ടുപേര് കൂടിയിട്ട് ഓൺലൈൻ ആയിട്ടാണ് ഇപ്പൊ ഈ തുടങ്ങിയിരിക്കുന്നത് 2017. അത് തുടങ്ങി കഴിഞ്ഞതിൽ പിന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമായിട്ട് ഏകദേശം ഒരു മോർ ദാൻ 230,000 ആൾക്കാരെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഇത്രയും ആൾക്കാർക്കും എന്തായാലും ഒരു ട്രാപ്പിൽ ആകാൻ പറ്റത്തില്ലല്ലോ, എല്ലാവർക്കും പറ്റത്തില്ലല്ലോ. അപ്പൊ അതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് ഒരു നേഴ്സസ് മാത്രമല്ല, എല്ലാരും പറയും ഇത് നേഴ്സസിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ്. നേഴ്സസിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യമല്ല. ഇത് എന്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു ക്വാളിഫിക്കേഷന്റെ ആവശ്യമില്ല, ആസ് ലോങ് ആസ് യു ആർ 18. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്, കണക്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഇത് ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ സഹായിക്കും. പക്ഷെ ഒരു കാര്യം, നിങ്ങൾക്ക് ജെന്യുവൻ ആയിട്ട് നിങ്ങൾക്കൊരു ചേഞ്ച് വേണം, നിങ്ങൾ ലേൺ ചെയ്യാനായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് കാര്യമുള്ളൂ. കാരണം ഒരു ഓൺലൈൻ ബിസിനസ് ആണെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ട് ഇനിഷ്യൽ സെറ്റപ്പ് എല്ലാം ചെയ്ത് പിന്നെ കയ്യും കിട്ടിയിരുന്നാല് there is no success. So we are looking for people only they are serious if they want to have a change in their life. അതെനിക്ക് കൃത്യമായിട്ട് പറയാനുള്ള ഒരു കാര്യമാണ്. കാരണം വെറുതെ വന്ന് നിങ്ങളുടെ സമയവും ഞങ്ങളുടെ സമയവും വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, സോ മോളി